ദേഹമാസകലം എണ്ണ തേച്ചിട്ട്, എണ്ണ എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയല്ല, പാം ഓയിലുമല്ല, ഈ പ്യൂർ ജിഞ്ചിലി ഓയിൽ എന്ന് പറഞ്ഞ സാധനം, നല്ലെണ്ണ, അത് തേച്ചിട്ട് വാഴയമ്മ കയറിയാൽ എങ്ങനെയിരിക്കും? നിങ്ങൾ ആ രംഗവും സങ്കല്പിച്ചു നോക്കൂ. അതുപോലത്തെ ഒരു പരിപാടിയാണ് നമ്മുടെ കേരള പോലീസ് ടി ജി മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ അനുവർത്തിച്ചത്. ദേഹമാസകലം എണ്ണ തേച്ചിട്ട് വാഴയമ്മൽ കയറുന്ന പോലത്തെ ഒരു വ്യായാമമാണ് കേരളത്തിലെ പ്രഗത്ഭന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, കോൺസ്റ്റബിൾമാരടക്കം ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ചെയ്യാൻ താല്പര്യപ്പെട്ടത് അല്ലെങ്കിൽ ചെയ്ത് നോക്കിയത്. അവിടെ അനിവാര്യമായിട്ടുള്ള സംഭവം തന്നെ ഉണ്ടായി. കാര്യം എന്താ വെച്ചാൽ അവരുദ്ദേശിച്ച റിസൾട്ട് ഇതിൻ്റെ അകത്തുണ്ടായി. മോഹൻദാസിനെ ആഘോഷമായിട്ട് അറസ്റ്റ് ചെയ്തു. പോലീസുകാർക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല. ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾ മിക്കവാറും എല്ലാം തന്നെ ജാമ്യം കിട്ടാവുന്നവയാണ്. അതിൽ കഷ്ടിച്ച് ഒന്നരയോ മാത്രമേ ജാമ്യം കിട്ടാതെ വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടാത്ത എന്ന അർത്ഥമേ ഉള്ളൂ. കോടതിയിൽ ചെന്നാൽ ജാമ്യം കിട്ടുന്നതാണ്. കൊലപാതകത്തിനോ ബലാത്സംഗത്തിനോ അല്ലെങ്കിൽ കൂട്ടായ്മ കവർച്ചയ്ക്കോ രാജ്യദ്രോഹത്തിനുള്ള ചാർജുകളൊന്നും മോഹൻദാസ് സാറിനെതിരായിട്ട് ചുമത്തിയിട്ടില്ല. പുള്ളിയുടെ വീഡിയോയുടെ കണ്ടൻറ്റ് വെച്ച് നോക്കിയാലും അത്രയൊക്കെ ചുമത്താൻ പറ്റത്തുള്ളൂ. എങ്കിൽ പോലും ഇവിടെ ഒരു വിഭാഗം മാധ്യമങ്ങളിങ്ങനെ തൊള്ള തുറന്ന് എന്തുകൊണ്ട് ഈ കാരണവരെ അറസ്റ്റ് ചെയ്യുന്നില്ല? ആർക്കാണ് ഇയാളെ പേടി? ഇവിടെ പിണറായി വിജയനല്ലോ ഭരിക്കുന്നത്. ഇവിടെ വി ഡി സതീശനല്ലേ മുഖ്യമന്ത്രി, രമേശ് ചെന്നിത്തലയല്ലേ ആഭ്യന്തരമന്ത്രി. അർജുൻ ആയങ്കിയെ പൂട്ടിയ കേരള പോലീസ് എന്തുകൊണ്ട് ടി ജി മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? ഇയാളെ തൂക്കിയെടുത്ത് കൊണ്ടുപോയാൽ ആരാണ് ചോദിക്കുന്നത് എന്നൊക്കെ. പ്രത്യേകിച്ച് നമ്മുടെ മൗദൂദി ചാനൽ നിഷാദ് റാവുത്തരും അതുപോലെ അജിംസും അവരുടെയൊക്കെ കുലഗുരുവായിട്ടുള്ള സാക്ഷാൽ ദാവൂദും ആവർത്തിച്ച് ഈ ക്ഷീരമല പോലെ 101 ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ നാട്ടിലെ സാധാരണക്കാർക്ക് ഒന്ന് സംഗതി ശരിയാണല്ലോ. ഇവിടെ അർജുൻ ആയെങ്കിയെ തൂക്കിയല്ലോ, മറ്റ് പല ആൾക്കാരെയും പൊക്കിയല്ലോ. എന്തുകൊണ്ടാണ് ഈ മോഹൻദാസിന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ നിന്ന് വല്ല ഇളവ് കൊടുത്തിട്ടുണ്ടോ? അതോ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും ഒക്കെ ഉള്ള പോലെ, അല്ലെങ്കിൽ വിദേശ രാഷ്ട്ര തലവന്മാർക്ക് നയതന്ത്ര പ്രതികൾക്കുള്ള പോലെ പുള്ളിക്ക് പോലെ ഇമ്മ്യൂണിറ്റിയും പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്നൊക്കെ സംശയിച്ചു. അപ്പോൾ പിന്നെ പോലീസിന് എന്തെങ്കിലും ഒന്നും ചെയ്യാതെ മാർഗമില്ല. പോലീസുകാർക്ക് സാധാരണയിൽ എന്താ ചെയ്യാൻ പറ്റുക? ഇങ്ങനെ ഒരു ചാർജാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഉദാഹരണത്തിന് എൻ്റെ കാര്യത്തിൽ തന്നെ പോലീസ് എന്താ ചെയ്തത് നിങ്ങൾക്ക് അറിയാം. എനിക്കെതിരായിട്ടുള്ള ചാർജ് ഗുരുതരമായിരുന്നു. വേണമെങ്കിൽ എന്നെ പിടിച്ച് അകത്തിടായിരുന്നു. പക്ഷേ പോലീസുകാർ അത്ര പെട്ടെന്നൊന്നും അഡ്വക്കേറ്റ് ജയശങ്കറിനെ തൊടുകയില്ലെന്ന് എനിക്കും അറിയാം, പോലീസുകാർക്കും അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്തു? അവരെനിക്കൊരു നോട്ടീസ് തന്നു. പ്രിയ സുഹൃത്തെ, താങ്കൾക്കെതിരായിട്ട് KM സച്ചിൻ ദേവ് MLA ഈ സ്റ്റേഷനിൽ ഒരു പരാതി തന്നിരിക്കുകയാണ്. അതിന് അന്വേഷണത്തിന് താങ്കൾ ഇത്രാം തീയതി ഇത്ര മണിക്ക് അല്ലെങ്കിൽ താങ്കൾക്ക് സൗകര്യമുള്ള സമയത്ത് ഞങ്ങളെ അറിയിച്ചിട്ട് ഇന്ന സ്ഥലത്ത് ഹാജരാകണം എന്നൊരു നോട്ടീസ് കിട്ടി. ഈ നോട്ടീസ് കിട്ടിയപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഹാജരായി. പ്രിയ സുഹൃത്തുക്കളെ, ഞാനിവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചിരിച്ചു. സന്തോഷം, സാറിനെ ഞങ്ങൾ ടി വിയിലേ കണ്ടുള്ളൂ, നേരിട്ട് കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, ഇപ്പോൾ കാണാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട്. ഞാനും പറഞ്ഞു എനിക്ക് നിങ്ങളെയൊക്കെ കണ്ടതിൽ വലിയ സന്തോഷമുണ്ട്. അവരെന്നോട് സെൽഫിയൊക്കെ എടുത്തു. എന്നിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഒപ്പിടിച്ചപ്പോൾ പിന്നെ കാണാൻ തോന്നി. ഞാൻ ഹൈക്കോടതിയിൽ പോയി ഒരു ചെറിയ ഉത്തരവ് വാങ്ങിച്ചു, എന്നെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത്ര കാര്യമുള്ളൂ. നമ്മുടെ നാട്ടിൽ ഈ കാര്യത്തിൽ ഈ കേസിനൊക്കെ ഇത്ര കാര്യമുള്ളൂ. ഇതറിയാൻ പാടില്ലാതെ അജിംസും റാവുത്തൂരൊക്കെ കിടന്ന് വാ കീറിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു പിണ്ണാക്കും സംഭവിക്കില്ല. പക്ഷേ പോലീസുകാർ വെറുതെ ഇരുന്നില്ല കേട്ടോ. അല്ല, ഞാൻ പറഞ്ഞത് ഇതൊക്കെ മോഹൻദാസിന് പറയാം. പുള്ളി നിയമവിരുദ്ധധാരിയാണ്. 10-71 വയസ്സായ മനുഷ്യനാണ്. ഈ ലോകം ഒരുപാട് കണ്ട ആളാണ്, ജീവിതാനുഭവമുണ്ട്. പുള്ളി ആയ കാലത്ത് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പ്രശസ്തമായ രീതിയിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി പാസ്സായിട്ടുള്ള ആളാണ്. ഏതോ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥനുമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അല്ലെങ്കിൽ അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുക്കുമായിരുന്നു. പുള്ളിക്കാരി ഇതിൽ ചാർജ് ചെയ്താൽ ഇത്ര ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ, നടപടിയെടുത്ത് ഇത്രേ പറ്റുള്ളൂ, പോലീസുകാർ വിചാരിച്ചാൽ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മൗദൂദികൾ നിലവിളിക്കണമെങ്കിൽ നിലവിളിക്കട്ടെ എന്ന് പുള്ളി വിചാരിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണ് മുൻകൂർ ജാമ്യത്തിന് പോലും അപേക്ഷ കൊടുക്കരുത്. അങ്ങനെ പോകുമ്പോൾ പോലീസുകാർ പിന്നെ നിവൃത്തിയില്ലാത്ത അവസ്ഥ വന്നു. ഉടനെ തന്നെ ഒരു പട്ടി ഷോ നടത്താൻ തീരുമാനിച്ചു. ആരുടെ ബുദ്ധിയാണെന്ന് എനിക്കറിയില്ല, ചെന്നിത്തലയുടെ ആയിരിക്കില്ല, അതിൽ കുറഞ്ഞ ആരുടെയും ബുദ്ധിയാണ്. മോഹൻദാസിൻ്റെ വീട് വളഞ്ഞ് പണ്ട് മറുനാടൻ ഷാജനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച അതേ രീതിയിൽ. പിന്നെ ഒരു വ്യത്യാസമുള്ളത്, മോഹൻദാസിന് ഷർട്ടിടാനും അണ്ടർവെയർ ധരിക്കാനുള്ള അവസരം കൊടുത്തു. ഷാജൻ്റെ കാര്യത്തിൽ അതുണ്ടായില്ല. അത് പിണറായി പോലീസാണ്, ഇത് ചെന്നിത്തല പോലീസാണ്. അങ്ങനെ അദ്ദേഹത്തെ വീരോചിതമായി അറസ്റ്റ് ചെയ്തു. ഉടനെ തന്നെ സകല ചാനലുകാർക്ക് ഭയങ്കര സന്തോഷമായി. മോഹൻദാസിനെ പൊക്കി, മോഹൻദാസിനെ തിരുവനന്തപുരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഈ കളവൻ ഇനി ഒരുപാട് കാലം ഗോതമ്പുണ്ട കഴിച്ച്
കിടക്കുമേ എന്നൊക്കെ അവർ ആർത്ത് വിളിച്ചു. അജിംസിനും റാവുത്തർക്കും ദാവൂദിനും ഈ മീഡിയ വൺ ചാനലിലും മറ്റേ റിപ്പോർട്ടർ ചാനലിലൊക്കെയുള്ള സകല ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമായി. അവരാർപ്പ് വിളിച്ചു. നേരം വെളുക്കുമ്പോൾ ടി വിയിൽ വരുന്ന വലിയ വാർത്ത, മോഹൻദാസിനെതിരെ ഗുരുതരമായ മറ്റ് വകുപ്പുകൾ ചേർക്കും, ഇപ്പോൾ പിടിക്കും, പൂട്ടും, കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നു, കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും പോലീസുകാർ പിടിച്ചെടുത്തു, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. കുറച്ചുകൂടി കഴിയുമ്പോൾ ദാ വരുന്നു, അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കുന്നു. വയസ്സായ ആളല്ലേ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഇതൊക്കെ ഉണ്ടാവും. പുള്ളിയുടെ മൂത്രം പരിശോധിക്കുന്നു, രക്തം പരിശോധിക്കുന്നു, ഡെങ്കിപ്പനിയുണ്ടോ എന്ന് പ്രത്യേകം പരീക്ഷിക്കുന്നു. അതൊക്കെ കഴിഞ്ഞു. ചിക്കൻ ഗുനിയുണ്ടോ? ഇല്ല. ഡെങ്കിപ്പനിയുണ്ടോ? അതുമില്ല. എലിപ്പനിയുണ്ടോ? പന്നിപ്പനിയുണ്ടോ? യാതൊരു കുഴപ്പമില്ല. ആൾ 71 വയസ്സായെങ്കിലും വളരെ സ്ട്രോങ് ആണ്. പുള്ളിയെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുന്നു. ഇതാ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുന്നു. പ്രതിഭാഗം വക്കീൽ വാദിക്കുന്നു. പ്രതിഭാഗം വക്കീൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് പരാതി ഈ ജാമ്യ ഹർജി കൊടുത്തിട്ടില്ല. വക്കീലിൻ്റെ വാദം കോടതിയിൽ നിന്ന് തത്സമയം. അങ്ങനെ ശാസ്തമംഗലം അജിത് കുമാർ എന്ന് പറഞ്ഞ വക്കീൽ ഒറ്റ ദിവസം കൊണ്ട്, പുള്ളി നേരത്തെ പ്രസിദ്ധനാണ്, ജഗൽ പ്രസിദ്ധനായി, ടി ജി മോഹൻദാസിന് വേണ്ടി കോഴി കൊത്തുന്ന പോലെ കൊത്തും. പ്രോസിക്യൂട്ടർ ആഞ്ഞു കൊത്തും, കൊത്തൊക്കെ ഗംഭീരമായി. അപ്പോൾ ഈ പുതിയ BNSS പ്രകാരം ഒരാളെ അറസ്റ്റ് ചെയ്യണം പോയി നോട്ടീസ് കൊടുക്കണമെന്നൊരു വ്യവസ്ഥയാണ്. നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ എന്ന് മജിസ്ട്രേറ്റ് ചോദിച്ചു. പ്രോസിക്യൂട്ടർ പറഞ്ഞു, ഇല്ല യുവർ ഓണർ, നോട്ടീസ് കൊടുക്കാൻ പറ്റിയില്ല. എന്താ കൊടുക്കാൻ? ഞാൻ കഴിഞ്ഞ 29-ാം തീയതി FIR ഇട്ടാണല്ലോ. ഈ അറസ്റ്റ് ചെയ്യുന്നവരെ നിങ്ങൾ എന്തൊരു എന്താ ആലോചിക്കരുത്, അത് ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല. പോലീസിൻ്റെ കൃത്യാന്തര ബാഹുല്യത്തിനിടയ്ക്ക് നോട്ടീസ് കൊടുക്കാൻ പറ്റില്ല. മാത്രമല്ല, നോട്ടീസ് കൊടുത്താൽ മോഹൻദാസ് ഒരു പക്ഷേ മുങ്ങാൻ സാധ്യതയുണ്ട്. മുങ്ങിയാൽ പിന്നെ പൊങ്ങാൻ ബുദ്ധിമുട്ടാണ്. ഇയാളുടെ വീട് മട്ടാഞ്ചേരി ചേർളായി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് തൊട്ടപ്പുറത്ത് കൊച്ചി കായലാണ്, അതിൻ്റെ അപ്പുറത്ത് അറബിക്കടലാണ്. പുള്ളി കൊച്ചി കായലിൽ മുങ്ങിയാൽ പിന്നെ അറബിക്കടലും കഴിഞ്ഞ് സൗദി അറേബ്യയിൽ പൊങ്ങാനാണ് സാധ്യത. അതുകൊണ്ടാണ് നോട്ടീസ് കൊടുക്കാൻ. മജിസ്ട്രേറ്റ് പറഞ്ഞു, വളരെ നന്നായിട്ട്, ആരാണ് ഈ കേസ് അന്വേഷിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ മജിസ്ട്രേറ്റ് തലയാട്ടി, ശരി, പിന്നെ എന്താണ് പറയാനുള്ളത്? അല്ല, ഇയാൾ മഹാപോക്രിയാണ്, ഇയാൾ ഇതിനു മുമ്പ് ഇങ്ങനത്തെ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളതാണ്, അല്ല വേറെ വല്ലതും പറയേണ്ടത് ചോദിച്ചു. ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ ശരി എന്ന് പറഞ്ഞ് മജിസ്ട്രേറ്റ് അപ്പോൾ തന്നെ ഓർഡർ പാസ്സാക്കി. ആ ഓർഡറിൽ പോലീസിനെ കുറിച്ച് ഒട്ടും അഭിനന്ദനപരമല്ലാത്ത ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ പട്ടി ഷോ നടത്തുന്ന പോലീസുകാർ ഇനി മേലെങ്കിൽ ഇങ്ങനെയുള്ള ഓർഡറുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. ഷാജൻ സ്കറിയാവട്ടെ, PC ജോർജിനായിക്കോട്ടെ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് രാഹുൽ മാങ്കൂട്ടത്തെ ആവട്ടെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചില തത്വങ്ങളും ചില മാർഗനിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അറിഞ്ഞിട്ട് വേണം അറസ്റ്റ് ചെയ്യാൻ പോകാനായിട്ട്. അല്ല, മീഡിയ വൺ ചാനലിൽ പോലീസ് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ച് ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ ഉടനെ ഓടിപ്പോയി പിടിക്കേണ്ടതല്ല. അതിനൊക്കെ ചില രീതികളുണ്ട്. എന്ന് വെച്ചാൽ തീവ്രവാദ കേസിലെ പ്രതികളോ കൊലപാതക കേസിലെ പ്രതികളോ ഒന്നും നോട്ടീസ് കൊടുത്തിട്ട് പിടിക്കാനും പറ്റില്ല. അതിനും മാനദണ്ഡങ്ങളുണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ടും അന്വേഷിച്ചിട്ടും വേണം ഈ വക കലാപരിപാടിക്ക് പോകാനായിട്ട്. ഏതായാലും ചെന്നിത്തല സാറിന് നല്ല ടൈമാണ്. കാരണം വെച്ചാൽ സാറിങ്ങനെ ഓപ്പറേഷൻ തൂഫാൻ നടത്തി നെഞ്ചു പിടിച്ച് നിൽക്കുന്നതിനിടയ്ക്കാണ് ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങൾ വരും. അർജുൻ ആയെങ്കിൽ അദ്ദേഹത്തെ വെല്ലുവിളിക്കും. മോഹൻദാസ് വെല്ലുവിളിച്ചില്ലെങ്കിലും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത്ര ദിവസമായിട്ട് എന്തുകൊണ്ടാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് നീക്കണം എന്ന് നിങ്ങൾ എന്നോട് ആവശ്യപ്പെടാൻ, അല്ലെങ്കിൽ മെറ്റയോട് ആവശ്യപ്പെട്ട് അത് നീക്കാതിരുന്നത്? അപ്പോൾ ഇത് ആളുകൾ കാണുന്നതിൽ എനിക്ക് വിഷമമില്ല, എന്നെ പിടിക്കുന്നതിൽ മാത്രമല്ലേ വിഷമമുള്ളൂ എന്ന ചോദ്യത്തിനും പ്രത്യേകിച്ച് ഉത്തരവൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ തെളിവുകൾ ഇനിയും ഒരുപാട് ശേഖരിക്കാനുണ്ട്. പരാതിക്കാരെ മോഹൻദാസ് സ്വാധീനിക്കാൻ സാധിക്കുന്നതാണ് പ്രോസിക്യൂട്ടർ വാദിച്ച. ആ പ്രോസിക്യൂട്ടർക്ക് രാജഭരണകാലം വരത്തേക്ക് പട്ടും വളയം കൊടുക്കായിരുന്നു. ഇപ്പം അത് നിവൃത്തിയില്ല, കാരണം ജനാധിപത്യമുള്ളൂ. പരാതിക്കാരനാരാ? ഒരു പരാതിക്കാരൻ AIYFൻ്റെ അഖിലേന്ത്യാ നേതാവ് TT ജിസ്മോനാണ്. ജിസ്മോനെ മോഹൻദാസ് സ്വാധീനിക്കുന്ന രംഗം നിങ്ങളൊന്ന് ആലോചിച്ചു. പിന്നെ ഒരു സാധ്യതയുണ്ട്, ജിസ്മോൻ ചേർത്തലക്കാരനാണ്, മോഹൻദാസും ചേർത്തലക്കാരനാണ്. അപ്പോൾ ചിലപ്പോൾ അയൽവക്ക സ്നേഹം വച്ച് ജിസ്മോൻ പിൻവലിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരാൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു അനിഷേധ്യ നേതാവാണ്. പിന്നെ ഒരാൾ, അതാണ് ഏറ്റവും തമാശ, ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അനുഭവം പുലർത്തുന്ന ഒരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ പേര് ഡെമോക്രാറ്റ് എന്തോ തേങ്ങാക്കൊല എന്നാണ്. ഈ തേങ്ങാക്കൊലയുടെ ഒരു ഭാരവാഹിയാണ് പരാതിക്കാരൻ. അയാളുടെ പരാതിയിലാണ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ജിസ്മോൻ്റെ പരാതിക്കൊന്നും ഈ രാജ്യത്തൊരു വിലയില്ല. അപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ടുകാരനെ മോഹൻദാസ് സ്വാധീനിക്കും. അയാൾക്ക് പല്ലിമുട്ടായി മേടിച്ചു കൊടുക്കും. പല്ലിമുട്ടായി തിന്നു കഴിയുമ്പോൾ അയാളുടെ ആ പരാതിയുടെ സ്വഭാവം മാറും. അങ്ങനെ പരാതി പിൻവലിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ബഹുമാനപ്പെട്ട പ്രോസിക്യൂട്ടർ കോടതിയിൽ വായിച്ച്. പക്ഷേ അതും മജിസ്ട്രേറ്റിന് ബോധ്യപ്പെട്ടില്ല. ഏതായാലും പ്രോസിക്യൂട്ടറെ പേരെടുത്ത് പറഞ്ഞ് ചളക്കിയിട്ടില്ല, അത്ര സമാധാനമുണ്ട്. അതൊഴിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ദേഹമാസകലം എണ്ണ തേച്ച് വാഴയമ്മ കയറുന്ന പരിപാടിയിൽ പോയി.
പക്ഷേ ഒരു കാര്യം കൂടി പറഞ്ഞാൽ ഇത് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. അതെന്ന് വെച്ചാൽ ഇതേ സമയത്ത് ഇയാളെ അറസ്റ്റ് ചെയ്തു എന്ന് കേട്ടപ്പോൾ തന്നെ ആനന്ദ തൂന്തിലരായിട്ട് നമ്മുടെ അടുപ്പ് കൂട്ടി ചർച്ചക്കാരെ അടുപ്പ് കൂട്ടി വിറകും വെച്ചു, അതിൻ്റെ മുകളിൽ കലവും വെച്ചു. ചർച്ച ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? മോഹൻദാസിന് ജാമ്യം കിട്ടി എന്ന ദുഃഖവാർത്ത അവരെ അന്വേഷിച്ചെത്തുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ഏതായാലും പോലീസ് കേസെടുത്തല്ലോ, അറസ്റ്റ് ചെയ്തല്ലോ, ജാമ്യത്തിൽ വിട്ടു എന്നുള്ള വേറെ കാര്യം. ഈ പിണറായിയുടെ കാലത്താണെങ്കിൽ കേസ് പോലും എടുക്കുമായിരുന്നില്ല. സതീശൻ്റെ കാലത്ത് കേസെടുത്തു, പിന്നെ ജാമ്യം കിട്ടിയത് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനില്ല എന്ന രീതിയിൽ ദാവൂദ് അതുപോലെ അജിംസ് ചർച്ച ചെയ്ത് വിഷയം അവസാനിപ്പിച്ചു. കേട്ടവരൊക്കെ അത് കേട്ട് രോമാഞ്ചം കൊണ്ടു. ഇതാണ്. അപ്പോൾ ഒരു കാര്യം കൂടി പറയാം. ഈ മോഹൻദാസിനെ അറസ്റ്റ് ചെയ്ത വാർത്ത എല്ലാ പേജിലും ഒന്നാം പേജിൽ, എല്ലാ പത്രത്തിൻ്റെ ഒന്നാം പേജിൽ വലിയ വാർത്തയായിരുന്നു. മാതൃഭൂമിയിലെ വാർത്ത കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. മോഹൻദാസിനെ തൂക്കി എന്നാണ്. പടച്ചോനെ, ഞാൻ വിചാരിച്ചു ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നുള്ളത് നമ്മൾ തലേദിവസം ടി വിയിൽ കണ്ടിരുന്നു. പത്രത്തിൽ കാണുന്നത് തൂക്കി എന്നാണ്. തൂക്കി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലേക്ക് ഒരാൾ തൂക്കി കൊല്ലുന്നതിനാണ് തൂക്കി എന്ന് പറയുന്നത്. ഭഗത് സിംഗിനെ തൂക്കി എന്ന് പറയില്ലേ, അല്ലെങ്കിൽ റിപ്പർ ചന്ദ്രനെ തൂക്കി. തൂക്കി എന്ന് വെച്ചാൽ ആ തൂക്ക് ദണ്ഡനയ്ക്ക് വിധിച്ചു, തൂക്ക് ദണ്ഡന നടപ്പാക്കിയെന്നാണ്. തൂക്കാൻ വിധിക്കുക എന്ന് പറയുന്നത്. മോഹൻദാസിനെ തൂക്കി, പിന്നെ മുഴുവൻ വായിച്ചപ്പോഴില്ല, പുള്ളിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ, തൂക്കിയിട്ടില്ല. അപ്പോൾ ഇതാണ് മാതൃഭൂമിയുടെ ഇപ്പോഴത്തെ റിപ്പോർട്ടിംഗ് സ്റ്റൈൽ. പക്ഷേ മനോരമക്കാരനോട് ഞാൻ സത്യം പറഞ്ഞാൽ നമിച്ചുപോയി. സത്യത്തിൽ എനിക്ക് മലയാള മനോരമയോട് പണ്ട് ബഹുമാനമാണ്, ഇപ്പോഴും ബഹുമാനമാണ്. ആ ബഹുമാനത്തിന് ഒരു കുറവ് വന്നില്ലാന്നല്ല, അത് കൂടിയിട്ടുള്ളൂ. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്ത വാർത്ത തിങ്കളാഴ്ചത്തെ പത്രത്തിൽ ഒന്നാം പേജിൽ ടി ജെ മോഹൻദാസ് കസ്റ്റഡിയിൽ. തൂക്കിയെന്നൊന്നും മനോരമ എഴുതിയില്ല. കാരണം മനോരമക്കാർക്കും അറിയാം ഇത് തൂക്കി അവിടം വരെ തൂങ്ങും എന്നുള്ളത്. അവരത്ര പൊട്ടന്മാരൊന്നുമല്ലല്ലോ. കണ്ടത്തിലെ ആച്ചായന്മാർ വെറും വിട്ടികളൊന്നുമില്ല, കാര്യവിവരമുള്ളവരാണ്. അങ്ങനെ തൂക്കിയാൽ തൂങ്ങുകയില്ല, തൂക്കാൻ ഈ കയറ് പോരാ എന്നൊക്കെ അവർക്കറിയാം. അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടിയപ്പോൾ ആ വാർത്ത സത്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. ഇന്നത്തെ മലയാള മനോരമയുടെ 6-ാം പേജ്, കൊച്ചി എഡീഷൻ്റെ 6-ാം പേജ് വായിക്കാൻ ഞാൻ ഇത് കാണുന്ന എല്ലാവരോടും ഹൃദയപൂർവ്വം ശുപാർശ ചെയ്യുകയാണ്. 6-ാം പേജിൽ ഒന്നാമത്തെ കോളത്തിൽ ഒരു ചെറിയ വാർത്തയാണ്. ടി ജി മോഹൻദാസിന് ഉപാധികളുടെ ജാമ്യം കൊടുത്തു. സത്യത്തിൽ അത്രയ്ക്കുള്ള വാർത്തയുള്ളൂ ഇത്. 6-ാം പേജിൽ സിംഗിൾ കോളം വാർത്ത. സിംഗിൾ കോളത്തിൻ്റെ തന്നെ മൊത്തം കോളത്തിൻ്റെ ഒരു 6-ലെ ഒന്നേ ഉള്ളൂ. അത്രയിൽ മനോരമക്കാർ ഒതുക്കിക്കളഞ്ഞു. ബാക്കി സകല പേപ്പറുകാർ ബ്ലീച്ചടിച്ചിട്ട് മോഹൻദാസിന് ജാമ്യം എന്ന് സങ്കടത്തോടെ വാർത്ത. ഇപ്പം മനോരമക്കാർക്കറിയാം ഇതൊക്കെ ഇത്രയും. ഇതാണ് മനോരമയാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. എന്നാലേ അവരെ ഓർമ്മിപ്പിക്കുന്നു. ഏതായാലും ജാമ്യത്തിലിറങ്ങിയ മോഹൻദാസിനെയും ജാമ്യം കിട്ടാൻ വേണ്ടി അനവരതം പ്രവർത്തിച്ച കേരള പോലീസിനെയും പ്രോസിക്യൂട്ടറെയും പിന്നെ അദ്ദേഹത്തെ തൂക്കാൻ പരമാവധി പരിശ്രമിച്ച് ബ്ലീച്ചടിച്ച മൗദൂദി ചാനലുകാരെയും എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് മനോരമ പത്രാധിപൻ്റെ ഔചിത്യബോധത്തെ ഒരിക്കൽ കൂടി 2 കൈയും കൂപ്പി നമസ്കരിച്ചുകൊണ്ട് ഈ പരിപാടി തൽക്കാലം അവസാനിപ്പിക്കുന്നു. പിന്നെ കാണാം. ലാൽ സലാം.